ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഗാർഡനിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 10 മണിച്ചെടി വെച്ചിട്ട് ഒരു ബോൾ ആകൃതി എങ്ങനെ നമുക്ക് ആക്കിയെടുക്കാമെന്നതാണ്. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചാക്കാണ്. ചാക്ക് എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും ഉണ്ടാകുമല്ലോ. ഇതുപോലത്തെ ഒരു ചാക്ക് എടുക്കാവേ. ഇനി നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും ചാരവും കൂടാണ്. ചാരം കുറച്ചിടുന്നത് എപ്പോഴും ചെടികൾക്ക് നല്ലതാണ്. ഇത് നമുക്ക് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാവേ. 10 മണിച്ചെടിക്ക് വലിയ വളങ്ങളുടെ ഒന്നും ആവശ്യമില്ലേ. കൂടുതൽ വളം ഇട്ടാൽ 10 മണിച്ചെടിക്ക് അത്രയ്ക്ക് നല്ലതല്ല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുഴുവനും കൂടെ നല്ല മിക്സ് ആക്കി എടുക്കണേ. 10 മണിച്ചെടികളിലെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ ബോൾ ആകൃതിയിൽ പൂവിട്ട് നിന്നാൽ എത്ര ഭംഗിയായിരിക്കും അല്ലേ. ഇനി നമുക്ക് ഈ ചാക്കിൻ്റെ നടുഭാഗത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോട്ടി മിക്സിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇത്. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തോട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിപ്പോൾ മുഴുവൻ പോട്ടി മിക്സും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കെട്ടിയെടുക്കാം. ഇതുപോലെ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ്. നല്ല ടൈറ്റ് നമ്മൾ കെട്ടിയെടുക്കണേ. കെട്ട് ലൂസായി പോകാൻ പാടില്ല. കെട്ട് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാങ് ചെയ്തിടുമ്പോഴത്തേക്കും അത് താഴെ പോകും. അതുകൊണ്ട് നല്ല ടൈറ്റ് നമ്മൾ കെട്ടിയെടുക്കണേ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നീളമുള്ള കയർ വേണം എടുക്കാൻ. നീളമുള്ള കയറാണെങ്കിൽ നമുക്ക് ഹാങ് ചെയ്തിടാൻ കയറിന് നീളം കിട്ടുകയുള്ളേ. കയറിൻ്റെ പകുതി ഭാഗത്തുനിന്ന് എടുത്തിട്ട് അങ്ങ് കെട്ടിയാൽ മതി. അപ്പോൾ കയറിൻ്റെ 2 സൈഡിലും ഒരേപോലത്തെ നീളം നമുക്ക് കിട്ടുവേ. ഇതുപോലെ അങ്ങ് കെട്ടിയെടുക്കുക. ഇപ്പോൾ തന്നെ ഒരു നല്ല ബോൾ ആകൃതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒരു വൃത്തി കിട്ടാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഞാനൊരു കത്രിക എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ കത്രിക എടുക്കുന്നതാവുമേ നല്ലത്. കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കുമേ. ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ ചെടികളും നമ്മൾ ചട്ടിയിൽ തന്നെ വളർത്താതെ ഇതുപോലെയൊക്കെയുള്ള ഐഡിയകൾ ചെയ്തു നോക്കുന്നത് നല്ലതാണ്. പല രീതിയിൽ പൂക്കൾ വിരിയുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കുമേ. ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് കെട്ട് നമ്മൾ മുറിച്ചപ്പം ചിലപ്പം അത് ലൂസായിട്ടുണ്ടെങ്കിൽ അത് ഊരിപ്പോയാലോ. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിപ്പം കുറച്ച് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. ഇത് ചാക്കാണെന്ന് അങ്ങ് മനസ്സിലാവുന്നൊന്നുമില്ലേ. ഇനി നമുക്ക് 10 മണിച്ചെടി കട്ട് ചെയ്തെടുക്കാവേ. 10 മണിച്ചെടിയൊക്കെ അത്യാവശ്യം മഴക്കാലമായതുകൊണ്ട് ഫ്ലവറൊക്കെ തീരെ കുറവാണ്. മഴക്കാലത്ത് 10 മണിച്ചെടി ആകെ ഉറങ്ങിയ മട്ടായിരിക്കുമേ. ഇതുപോലത്തെയുള്ള നീളമുള്ള കമ്പുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കത്തി വെച്ച് എന്തെങ്കിലും ഒരു കമ്പി വെച്ചോ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ചെറിയ ഹോൾസ് ഉണ്ടാക്കിയ ശേഷം ഈ ചെറിയ 10 മണി തണ്ടുകളെ ഇതിലോട്ട് ഇതുപോലെ കുത്തി കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഈ 10 മണി തണ്ടുകളെ മുഴുവനായിട്ടും കുത്തി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതൊരു ബോൾ ആകൃതിയിൽ ആകുകയുള്ളൂ. ഇതിൻ്റെ അടിഭാഗത്തും ഇതുപോലെ ഹോൾസ് ഇട്ടിട്ട് കുത്തി കൊടുക്കണം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഗാർഡൻ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലെ മുഴുവനായിട്ടും കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് വളർന്ന് റെഡിയാകണേ. ഞാനിതിപ്പോൾ ഇവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതുപോലെ നമുക്കിതിനെ ഒന്ന് ഹാങ് ചെയ്തിടണേ. ഇത് അത്യാവശ്യം ഹാങ് ചെയ്ത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള ഗാർഡൻ വീഡിയോസിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.
ഇതുപോലത്തെയുള്ള സിമ്പിളായിട്ടുള്ള ഗാർഡൻ ഐഡിയകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറയുന്നത്. വീണ്ടും നമുക്ക് നല്ല ഒരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.